അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, നമസ്കാരവുമായി നമ്മൾ പറഞ്ഞു വെച്ച അവസാനത്തെ വിഷയം നമസ്കരിക്കുന്നവൻ്റെ മുന്നിലെ മറയെക്കുറിച്ചാണ്. സുത്രത്തുൽ മുസല്ലി എന്നുള്ളതാണ്. സുത്രയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും നമ്മൾ സംസാരിച്ചു. സ്വാഭാവികമായും അപ്പോൾ ഒരു പക്ഷേ കടന്നു വന്നേക്കാവുന്ന ഒരു വിഷയമാണ്, ഒരാൾ നമസ്കരിക്കുമ്പം ഏതെങ്കിലും ഒരു ഖബറിനെ മറയാക്കി നമസ്കരിക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് ഖബർ ഒരല്പ ഉയരത്തിലായിരുന്നല്ലോ, മണ്ണ് ഒരു ചാണ ഉയരത്തിലാണല്ലോ കൂട്ടിയിട്ടുണ്ടാകുക. അപ്പം അവിടെ സുത്രയായി ഒരാൾ സ്വീകരിക്കുമ്പം ഈ പറഞ്ഞ അനുവദിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വീകരിക്കാം. പക്ഷെ ഒരു കാരണവശാലും ഒരാളുടെ നമസ്കാരം ഖബറിലേക്ക് തിരിഞ്ഞാവരുത് എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം താക്കീത് ചെയ്തൊരു വിഷയമാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പിന്നീട് നൽകുന്ന അദ്ധ്യായത്തിൻ്റെ തലവാചകം അസ്സലാത്തു തിജാഹൽ ഖബരി എന്നുള്ളതാണ്. തിജാഹ, തുജാഹ, തജാഹ, ഈ മൂന്ന് രൂപത്തിലും അറബി ഭാഷയിൽ പറയാറുണ്ട്. ഒന്നിന് നേരെയുള്ള നമസ്കാരം തിജാഹൽ ഖബരി, അതല്ലെങ്കിൽ തുജാഹൽ ഖബരി, അല്ലെങ്കിൽ തജാഹൽ ഖബരി, മൂന്നും പറയാം. ഖബറിന് നേരെയുള്ള, ഖബറിലേക്ക് തിരിഞ്ഞു നിന്നിട്ടുള്ള നമസ്കാരം. ഖബറിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഖബർ നമ്മളെയും കൃത്യമായി വേർതിരിക്കുന്ന രൂപത്തിൽ രണ്ട് സ്ഥലങ്ങളിലായിട്ട് അയാൾ നമസ്കരിക്കാൻ പാടുള്ളൂ. മക്ബറയിൽ ഒരാൾക്ക് നമസ്കാരം അനുവദിക്കപ്പെടുന്നതല്ല. മക്ബറ എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ പരിസരവും അതൊക്കെ ഖബറിൻ്റെ ഭാഗങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഖബറിൻ്റെ ഏരിയയിൽ ഒരാൾക്ക് നമസ്കരിക്കാനേ പാടില്ല. മറിച്ച് അയാൾ നമസ്കരിക്കുന്നത് അനുവദിക്കപ്പെട്ട ശുദ്ധിയുള്ള മറ്റിടങ്ങളൊക്കെ ആവാം. ഖബറിൻ്റെ മേഖലയെയും ഇയാളെയും തമ്മിൽ വേർതിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടാവണം. അത് മക്ബറയല്ല. ആളുകൾ മക്ബറയായി മനസ്സിലാക്കുന്ന, ഖബർസ്ഥാനായി മനസ്സിലാക്കുന്ന ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാ. ഉദാഹരണത്തിന് അവിടെ ഖബർ ഇല്ലെങ്കിലും, ചിലപ്പോൾ ഖബർ ഉണ്ടാവില്ല. പള്ളിക്കാട്ടിൽ നമ്മൾ ചെന്നാൽ ഖബർ ഓരോ ഭാഗത്തു നിന്നായിരിക്കും തുടങ്ങുന്നുണ്ടാകുക. ഖബർ ആളുകളെ ഖബർ അടക്കിയിട്ട് ഒരുപാട് ഏരിയ ഇനി ബാക്കി ഉണ്ടാവും. മുമ്പ് ഒരാൾക്ക് അവിടെ പോയി നിസ്കരിക്കാൻ പറ്റില്ല. ഖബർസ്ഥാൻ എന്ന് പറയുന്ന ഖബറിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന രൂപത്തിലും ഖബർസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തും മക്ബറ എന്ന് തന്നെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകാന യൻഹാ അനി സ്വലാത്തി തിജാഹൽ ഖബരി ഫയഖൂൽ. പ്രവാചകൻ ഖബറിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതിനെ വിരോധിക്കുകയും അവിടുന്ന് പറയാറുമുണ്ടായിരുന്നു, ലാ തുസല്ലു ഇലൽ ഖുബൂരി വലാ തജ്ലിസു അലൈഹ. നിങ്ങൾ ഖബറിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയും ചെയ്യരുത്, ഖബറിൻ്റെ മുകളിൽ ഇരിക്കുകയും ചെയ്യരുത്. ഇത് രണ്ടും ഇഫ്രാത്ത് തഫ്രീത്താണ്. ഒന്ന്, ഭക്തി അതിര് കടന്ന് അത് ഖബറിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ, ഖബറിനെ വല്ലാതെ ആദരിക്കുന്ന രൂപത്തിലേക്ക് അതിര് കടക്കുന്ന ഖബറിനോടുള്ള ആദരവാണ്, പാടില്ല. വലാ തജ്ലിസു അലൈഹ, എന്നാൽ ഖബറിൻ്റെ മുകളിൽ പോയിട്ട് അതിനൊരു ബഹുമാനവും കൊടുക്കാതെ അതിൻ്റെ മുകളിൽ പോയി ഇരിക്കാൻ പറ്റും ഒരാൾക്ക്? അതും പാടില്ല. രണ്ടും പാടില്ല. ഒന്ന് അതിര് കവിയലാണ്, മറ്റൊന്ന് ഒന്നിന് നൽകേണ്ട ബഹുമാനത്തെ ഇല്ലാതെയാക്കലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അത് പറഞ്ഞിരുന്നു. നമ്മുടെ നാടുകളിലൊക്കെ പള്ളികളിൽ ഖബറുകൾ ഉണ്ടാവാറുണ്ട്, മക്ബറകളുള്ള പള്ളികൾ. പള്ളിക്കുള്ളിൽ ഖബറുകളുണ്ട്, പള്ളിയുടെ കോമ്പൗണ്ടിലുണ്ടെന്ന് പറഞ്ഞാൽ മക്ബറയായി കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകൾ സംരക്ഷിക്കുന്ന മക്ബറയുള്ള പള്ളികൾ. ഒട്ടുമിക്ക പള്ളികളിലും ചില പള്ളികളിലൊക്കെ പള്ളിയോട് ചേർന്നിട്ടാണ്. അത്തരം പള്ളികൾ, ഇപ്പോൾ ഒടുങ്ങാക്കാട് മക്കാം നമുക്ക് കാണാം. അത് പള്ളിക്കുള്ളിലല്ല ഖബറെങ്കിലും ആ പള്ളി ഈ മക്കാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ്. മസ്ജിദുൽ ളിറാർ ഉണ്ടായിരുന്നു, മുനാഫിക്കുകൾ ഉണ്ടാക്കിയ പള്ളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൽപ്പന, റസൂലെ താങ്കൾ അവിടെ പോവണ്ട, അവർക്ക് സപ്പോർട്ട് ചെയ്യണ്ട. തഖ്വയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പള്ളിയാണ് അതിനേക്കാൾ ഉത്തമമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഖബർ പള്ളിക്കുള്ളിലാണെങ്കിൽ നിസ്കരിക്കുന്നതെങ്കിൽ ഒരു സംശയവുമില്ല, അത് ഹറാമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളികളെ ഖബറുകളെ പള്ളികളായി സ്വീകരിക്കുന്നത് പ്രത്യേകം വിരോധിച്ചിട്ടുണ്ട്. അത്തരം പള്ളികളിൽ ഒരു വിശ്വാസിക്ക് നിസ്കരിക്കാൻ പാടില്ല.
ഇനി ഈ പള്ളികൾ ഖബറുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ അവിടെയും നമ്മൾ നമസ്കാരത്തിനോ മറ്റോ ചെല്ലരുത്. കാരണം അത് പള്ളികളല്ല, മക്ബറകളാണ്. മക്ബറകളുമായി ചാരയുണ്ടായതാണ്. ആ പള്ളികൾ എന്ന് പറയുന്നത് മക്ബറ വളർത്താൻ വേണ്ടിയുള്ളതാണ്. ഈ കൊടിയ ഷിർക്കിനും ഖുറാഫാത്തിനും വേണ്ടി ഉണ്ടാക്കപ്പെട്ട പള്ളികളാണത്. അവിടെ മക്ബറകളുണ്ട്. ആ മക്ബറകളുടെ ചെലവ് കൊണ്ടാണ് ആ പള്ളി നടക്കുന്നത്. അത്തരം പള്ളികളിലും നമ്മളാരും മുവഹിദുകളാരും പോയി ആ പള്ളികളിൽ നമസ്കരിക്കാനോ ആ പള്ളികളിൽ ചെന്ന് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാനോ പാടില്ല. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ കൽപ്പന തന്നെയാണ്. തൗഹീദിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട പള്ളികൾ തന്നെയാണ് അവർക്കതിന് ഉത്തമം എന്നുള്ളതാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറുകൾക്ക് നേരെ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കൽ പോലും വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഖബറുകളുടെ മേൽ കെട്ടിയുയർത്തപ്പെട്ട പള്ളികളാണെങ്കിൽ അതിൽ ആ ഗൗരവം കൂടുതലാണ്.